നമസ്കാരം. ധനുസ് പി എസ് ടിപ്സിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള PSC ചോദ്യങ്ങളാണ്. PYQ സെക്ഷൻസ് തന്നെയാണിതും. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 38/2026 MCQ ടൈപ്പാണ് ക്വസ്റ്റ്യൻസ് വരിക. ക്വസ്റ്റ്യനും ആൻസേഴ്സും ആദ്യം ഉണ്ടാവും. നിങ്ങൾക്ക് നിങ്ങളുടെ ആൻസേഴ്സ് രേഖപ്പെടുത്തി വയ്ക്കാം അവിടെ. അതിനുശേഷം ആൻസേഴ്സ് മാത്രം പറയുന്നതായിരിക്കും. അപ്പോൾ ഇതിൽ കോൺസ്റ്റിറ്റ്യൂഷനും ബയോളജി സെക്ഷൻസ് ഒരു ക്വസ്റ്റ്യൻസേ ഉള്ളൂ. അന്തരീക്ഷം, മനുഷ്യാവകാശം ഇത്രയും പാർട്ട് അടങ്ങിയ ചോദ്യമാണ്. അപ്പോൾ ഇനി വരാൻ പോകുന്ന LGS എക്സാം, LDC എക്സാം, മറ്റെല്ലാ PSC എക്സാമുകൾക്കും പ്രയോജനകരമാവുന്നൊരു വീഡിയോ തന്നെയായിരിക്കും ഇത്. നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഒന്നാമത്തെ ചോദ്യം, മലയാളത്തിലെ തനത് നാടകവേദിക്ക് തനതായ സംഭാവന നൽകിയ കലാകാരനാണ്. ഓപ്ഷൻസ് ഉണ്ട്, ഇവിടെ ഉത്തരമുണ്ട്, ബാക്കിയുള്ളതിന് ഉത്തരമില്ല. അപ്പോൾ ഓപ്ഷൻ എ കാവാലം നാരായണ പണിക്കർ, തോപ്പിൽ ഭാസി, MD വാസുദേവൻ നായർ, VT ഭട്ടതിരിപ്പാട്. ഉത്തരം ഓപ്ഷൻ എ ആണ്, കാവാലം നാരായണ പണിക്കർ. മലയാളത്തിലെ തനത് നാടകവേദിക്ക് തനതായ സംഭാവന നൽകിയ കലാകാരനാണ് ആര്? കാവാലം നാരായണ പണിക്കർ. നാടകവേദിക്കാണ് കാവാലം നാരായണ പണിക്കർ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിക്കപ്പെട്ട വർഷം ഏതാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിക്കപ്പെട്ട വർഷം ഏതാണ്? ഓപ്ഷൻ എ 1992, ഓപ്ഷൻ ബി 1993, ഓപ്ഷൻ സി 1996, 1997. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ഹ്യൂമൻ റൈറ്റ് വാച്ചിൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഹ്യൂമൻ റൈറ്റ് വാച്ചിൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഓപ്ഷൻ എ ലണ്ടൻ, ഓപ്ഷൻ ബി ന്യൂസിലാൻഡ്, ഓപ്ഷൻ സി പാരീസ്, ഓപ്ഷൻ ഡി ന്യൂയോർക്ക്. ഹ്യൂമൻ റൈറ്റ് വാച്ചിൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ലണ്ടൻ, പാരീസ്, ലണ്ടൻ, ന്യൂസിലാൻഡ്, പാരീസ്, ന്യൂയോർക്ക്. നിങ്ങളുടെ ആൻസേഴ്സ് മാർക്ക് ചെയ്യാം. നെക്സ്റ്റ് ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരായിരുന്നു? ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരായിരുന്നു? ഓപ്ഷൻ എ ജസ്റ്റിസ് P രാമസുബ്രഹ്മണ്യൻ, ഓപ്ഷൻ ബി ജസ്റ്റിസ് രംഗനാഥ മിശ്ര, ഓപ്ഷൻ സി ജസ്റ്റിസ് JS വർമ്മ, ഓപ്ഷൻ ഡി ജസ്റ്റിസ് അരുൺകുമാർ മിശ്ര. നെക്സ്റ്റ് വൺ, പുനർനാമകരണം ചെയ്യപ്പെട്ട കേരള ഗവർണറുടെ ഔദ്യോഗിക വസതി ഇപ്പോൾ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? ഓപ്ഷൻ എ രാജ്ഭവൻ, ഓപ്ഷൻ ബി സൻസദ് ഭവൻ, ഓപ്ഷൻ സി ലോക് ഭവൻ, ഓപ്ഷൻ ഡി സംവിധാൻ ഭവൻ. നെക്സ്റ്റ് വൺ, ഗാർട്ട് എന്ന സംഘടനയുടെ പിൻഗാമിയായി 1995 വന്ന സംഘടന ഏതാണ്? ഓപ്ഷൻ എ ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്, ഓപ്ഷൻ ബി ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക്, ഓപ്ഷൻ സി നബാർഡ്, ഓപ്ഷൻ ഡി ലോക വ്യാപാര സംഘടന. ഓപ്ഷൻസ് ഒന്നുകൂടി, ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്, ഓപ്ഷൻ ബി ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക്, ഓപ്ഷൻ സി നബാർഡ്, ഓപ്ഷൻ ഡി ലോക വ്യാപാര സംഘടന. ഓക്കെ. നെക്സ്റ്റ് വൺ, ഓസോൺ സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളി ഏതാണ്? ഓപ്ഷൻ എ ട്രോപ്പോസ്ഫിയർ, ഓപ്ഷൻ ബി സ്ട്രാറ്റോസ്ഫിയർ, ഓപ്ഷൻ സി മീസോസ്ഫിയർ, ഓപ്ഷൻ ഡി തെർമോസ്ഫിയർ. ഓസോൺ സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളി ഏതാണ്? ഓപ്ഷൻ എ ട്രോപ്പോസ്ഫിയർ, ഓപ്ഷൻ ബി സ്ട്രാറ്റോസ്ഫിയർ, ഓപ്ഷൻ സി മീസോസ്ഫിയർ, ഓപ്ഷൻ ഡി തെർമോസ്ഫിയർ. നെക്സ്റ്റ് വൺ, ബംഗാളിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ഓപ്ഷൻ എ ഗോദാവരി, ഓപ്ഷൻ ബി ദാമോദർ, ഓപ്ഷൻ സി സോൺ, ഓപ്ഷൻ ഡി കോസി. നെക്സ്റ്റ് വൺ, ലോക ടൂറിസം ഭൂപടത്തിൽ ഇടം നേടിയ കേരളത്തിലെ പ്രാചീന തുറമുഖം ഏതാണ്? ഓപ്ഷൻ എ ബെലിറ്റ, ഓപ്ഷൻ ബി മുസിരിസ്, ഓപ്ഷൻ സി നെൽക്കിൻഡ, ഓപ്ഷൻ ഡി നൗറ. ലോക ടൂറിസം ഭൂപടത്തിൽ ഇടം നേടിയ കേരളത്തിലെ പ്രാചീന തുറമുഖം. നെക്സ്റ്റ് വൺ, പേശികളുടെ പ്രവർത്തനത്തെ ഏകോപിപ്പിക്കുകയും ശരീരത്തിൽ തുലനാവസ്ഥ നിലനിർത്തുകയും ചെയ്യുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? പേശികളുടെ പ്രവർത്തനത്തെ ഏകോപിപ്പിക്കുകയും ശരീരത്തിൻ്റെ തുലനാവസ്ഥ നിലനിർത്തുകയും ചെയ്യുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? ഓപ്ഷൻ എ സെറിബെല്ലം, ബി സെറിബ്രം, സി മെഡുല്ല ഒബ്ലോങ്ങാറ്റ, ഡി തലാമസ്. ഇനി ആൻസേഴ്സ് നോക്കാം. ഒന്നാമത്തേത് ഇവിടെ തന്നെയുണ്ട്. മലയാളത്തിലെ തനത് നാടകവേദിക്ക് തനതായ സംഭാവന നൽകിയ കലാകാരനാണ് ആര്? ഓപ്ഷൻ എ കാവാലം നാരായണ പണിക്കർ. കാവാലം നാരായണ പണിക്കർ. നെക്സ്റ്റ് വൺ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ NHRC രൂപീകരിക്കപ്പെട്ട വർഷം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി 1993. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിക്കപ്പെട്ട വർഷം ഏതാണ്? 1993. ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി കൂടി ആണ്.
ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് അല്ലേ. ഇത് വന്നേക്കുന്നത് ഇങ്ങനെയാണ് വന്നേക്കുന്നത്. യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ് 1948 യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ് പ്രകാരമാണ് നമ്മുടെ ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് വന്നിട്ടുള്ളത്. 1993 വർഷം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിക്കപ്പെട്ട വർഷം. NHRC രൂപീകരിക്കപ്പെട്ട വർഷം 1993. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ഹ്യൂമൻ റൈറ്റ് വാച്ചിൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ ഡി ന്യൂയോർക്ക്. ഓപ്ഷൻ ഡി ന്യൂയോർക്ക്. ഓപ്ഷൻ ഡി ന്യൂയോർക്കാണ്. ഹ്യൂമൻ റൈറ്റ്സ് വാച്ചിൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ന്യൂയോർക്കാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരായിരുന്നു? ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരായിരുന്നു? ഉത്തരം ഓപ്ഷൻ ബി ജസ്റ്റിസ് രംഗനാഥ മിശ്ര. ജസ്റ്റിസ് രംഗനാഥ മിശ്ര. അടുത്ത ക്വസ്റ്റ്യൻ, പുനർനാമകരണം ചെയ്യപ്പെട്ട കേരള ഗവർണറുടെ ഔദ്യോഗിക വസതി ഇപ്പോൾ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? ഉത്തരം ഓപ്ഷൻ സി ലോക് ഭവൻ. ഓപ്ഷൻ സി ലോക് ഭവൻ. പുനർനാമകരണം ചെയ്യപ്പെട്ട കേരള ഗവർണറുടെ ഔദ്യോഗിക വസതി ഇപ്പോൾ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? ഓപ്ഷൻ സി ലോക് ഭവൻ. ഓപ്ഷൻ സി ലോക്. അടുത്തത്, ഗാർട്ട് എന്ന സംഘടനയുടെ പിൻഗാമിയായി 1995 വന്ന സംഘടന ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ലോക വ്യാപാര സംഘടന. ലോക വ്യാപാര സംഘടന. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ, WTO. ലോക വ്യാപാര സംഘടന, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. ഗാർട്ട് എന്ന സംഘടനയുടെ പിൻഗാമിയായി 1995 വന്ന സംഘടന ഏതാണ്? വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. ലോക വ്യാപാര സംഘടന. ഓസോൺ സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷപാളി ഏതാണ്? ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, തെർമോസ്ഫിയർ. ഉത്തരം ഏതാണ്? ഓപ്ഷൻ ബി സ്ട്രാറ്റോസ്ഫിയർ. ഓപ്ഷൻ ബി സ്ട്രാറ്റോസ്ഫിയർ. ഓസോൺ സ്ട്രാറ്റോസ്ഫിയർ. ഓസോണിൻ്റെ സ്ട്രാറ്റോസ്ഫിയറിലാണ് കാണപ്പെടുക. അടുത്ത ക്വസ്റ്റ്യൻ, ബംഗാളിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ഗോദാവരി, ദാമോദർ, സോൺ, കോസി. ഉത്തരം ഓപ്ഷൻ ബി ആണ് ദാമോദർ നദി. ഓപ്ഷൻ ബി ദാമോദർ. ബംഗാളിൻ്റെ ദുഃഖം ദാമോദർ. ലോക ടൂറിസം ഭൂപടത്തിൽ ഇടം നേടിയ കേരളത്തിലെ പ്രാചീന തുറമുഖം ഏതാണ്? ഓപ്ഷൻ എ ബെരിറ്റ, മുസരിസ്, നെൽക്കിൻഡ, നൗറ. ആൻസർ ഓപ്ഷൻ ബി ആണ് മുസരിസ്. ഓപ്ഷൻ ബി മുസരിസ്. ഓക്കെ. ലോക ടൂറിസം ഭൂപടത്തിൽ ഇടം നേടിയ കേരളത്തിലെ പ്രാചീന തുറമുഖം ഏതാണ്? മുസരിസ്. അടുത്ത ക്വസ്റ്റ്യൻ, പേശികളുടെ പ്രവർത്തനത്തെ ഏകോപിപ്പിക്കുകയും ശരീരത്തിൻ്റെ തുലനാവസ്ഥ നിലനിർത്തുകയും ചെയ്യുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? ഓപ്ഷൻ എ സെറിബെല്ലം. ഓപ്ഷൻ ബി സെറിബ്രം. ഓപ്ഷൻ സി മെഡുല്ല ഒബ്ലോങ്ങേറ്റ. ഓപ്ഷൻ ഡി തലാമസ്. ഉത്തരം ഓപ്ഷൻ എ സെറിബെല്ലം. ഓപ്ഷൻ എ സെറിബെല്ലം. ഓപ്ഷൻ എ സെറിബെല്ലമാണ് പേശികളുടെ പ്രവർത്തനത്തെ ഏകോപിപ്പിക്കുകയും ശരീരത്തിൻ്റെ തുലനാവസ്ഥ നിലനിർത്തുകയും ചെയ്യുന്ന മസ്തിഷ്ക ഭാഗമാണ് ഏത്? സെറിബെല്ലം അല്ലേ. സെറിബെല്ലം എന്ന് പറയുമ്പോൾ സെറിബ്രം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഓർമ്മ, ബുദ്ധി, കാഴ്ച, കേൾവി അല്ലേ, കൂടുതൽ ഭാഗങ്ങളും കേന്ദ്രീകരിക്കപ്പെടുന്ന ഭാഗമാണ് സെറിബ്രം. മസ്തിഷ്കത്തിൻ്റെ ഭാഗങ്ങളിൽ ഏറ്റവും വലിയ ഭാഗം ആരാണ്? സെറിബ്രം തന്നെയാണ് വരിക അല്ലേ. വലിയ ഭാഗം സെറിബ്രമാണ് വരിക, നമ്മുടെ താടി ഭാഗം അല്ലേ. ഏറ്റവും വലിയ ഭാഗം ആരാണ്? സെറിബ്രമാണ് ലാർജ് ഭാഗം വരിക അല്ലേ. സെറിബെല്ലം തൊട്ട് താഴെ കാണുന്ന ഒരു ചെറിയതുപോലെ കാണുന്ന ചെറിയ ഭാഗമാണെന്ത്? സെറിബെല്ലം എന്ന് പറയാം. അതായത് ഒരാൾ മദ്യം കഴിക്കുമ്പോൾ മദ്യം കഴിച്ച ആൾ അല്ലേ, അവരുടെ ബാലൻസ് പോകുന്നതിന് കാരണക്കാരനും ആരാണ്? സെറിബെല്ലമാണ് ഇല്ലേ. മദ്യം അഫക്റ്റ് ചെയ്യുന്നത്, മദ്യം സ്വാധീനിക്കുന്ന ഏത് ഭാഗത്തെയാണ്? സെറിബെല്ലത്തെയാണ് അഫക്റ്റ് ചെയ്യുക. അപ്പോൾ തുലനാവസ്ഥ പാലിക്കുന്ന വെച്ച് ബാലൻസ് നടത്തുക എന്ന് പറയും. പേശി പ്രവർത്തനത്തെയും നമ്മുടെ തുലനാവസ്ഥയെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്ത ആര് തന്നെയാണ്? സെറിബെല്ലമാണ്. മദ്യം കഴിച്ചാൽ ഏറ്റവും കൂടുതൽ എഫക്റ്റ് അങ്ങോട്ടാണ് പോവുക, തലയ്ക്ക് പിടിക്കുക എന്ന് പറയുന്നത് എന്താണിത്? സെറിബെല്ലത്തിലേക്കാണ് ഇവിടെ പിടിക്കുക. ഇനി സെറിബ്രം എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ ഭാഗം അല്ലേ, ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഭാഗം സെറിബ്രമാണ്. കാഴ്ച, കേൾവി, മറ്റ് എല്ലാ ഓർമ്മ, ബുദ്ധിശക്തി എല്ലാം തന്നെ ആര് കൺട്രോൾ ചെയ്യുന്നു? സെറിബ്രമാണ് കൺട്രോൾ ചെയ്യും. മെഡുല്ല ഒബ്ലോങ്ങേറ്റ താഴോട്ട് വരുന്ന ഭാഗം അല്ലേ, ഇവിടെയാണ് മെഡുല്ല ഒബ്ലോങ്ങേറ്റ താഴോട്ട് വരുന്നുണ്ട്. മെഡുല്ല ഒബ്ലോങ്ങേറ്റ നമ്മുടെ ശ്വസനത്തെ നിയന്ത്രിക്കുന്ന ആരാണ്? മെഡുല്ല ഒബ്ലോങ്ങേറ്റ. ശ്വസനത്തെ നിയന്ത്രിക്കുന്നത് മെഡുല്ല ഒബ്ലോങ്ങേറ്റയാണ്. ശ്വസനം നിയന്ത്രിക്കുന്ന ആരാണ്? മെഡുല്ല ഒബ്ലോങ്ങേറ്റയാണ് എപ്പോഴും. ഓക്കെ.
അത് തലാമസിനകത്തുള്ള ഹൈപ്പോതലാമസിനടുത്ത് വരുന്ന ഭാഗമാണ് തലാമസ് പറയുക. അപ്പോൾ നമ്മുടെ പേശികളുടെ പ്രവർത്തനത്തെ ഏകോപിപ്പിക്കുകയും ശരീരത്തിൽ തുലനാവസ്ഥ നിലനിർത്തുകയും ചെയ്യുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? സെറിബെല്ലമാണ്. മധ്യ അഫക്റ്റ് ചെയ്യുന്ന സെറിബെല്ലത്തെ ആയിരിക്കും. സെറിബ്രം ഇപ്പോൾ എന്താണ്? ഏറ്റവും വലിയ ഭാഗം, തലച്ചോറിൻ്റെ വലിയ ഭാഗം, മസ്തിഷ്കത്തിൻ്റെ വലിയ ഭാഗമാണ് എന്ത്? സെറിബ്രം എന്ന് പറയാം. നമ്മുടെ കാഴ്ച, കേൾവി, ബുദ്ധിശക്തി, ഓർമ്മ ഇവയൊക്കെ കൺട്രോൾ ചെയ്യുന്ന, ഏകോപിപ്പിക്കുന്നതൊക്കെ ആരാണ്? സെറിബ്രം എന്ന വലിയ ഭാഗം തന്നെയാണ്. ഓക്കെ. മെഡുല്ല ഒബ്ലോങ്കേറ്റ നമ്മുടെ ശ്വസനത്തെ ക്രമീകരിക്കുക, ശ്വസനത്തെ കൺട്രോൾ ചെയ്യുന്നില്ല. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചല്ല അത് പ്രവർത്തിക്കുക. അനൈച്ഛിക പ്രവൃത്തി എന്നതിന് പറയും അല്ലേ? അനൈച്ഛിക പ്രവൃത്തി എന്നാണ് അതിന് പറയുക. ഓക്കെ. അപ്പോൾ ഇത്രയുമാണ് ക്വസ്റ്റ്യൻസ്. നിങ്ങളുടെ ഉത്തരങ്ങൾ എത്രയുണ്ടോ, നിങ്ങൾക്ക് 10ൽ എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. പുതിയ ക്വസ്റ്റ്യൻ തന്നെയാണിത്. ഓക്കെ. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു അഗെയിൻ.